ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. പരീക്ഷകൾ എഴുതി എങ്ങും ഏതും എത്താത്ത, അല്ലെങ്കിൽ പലതവണ തോറ്റ, വിജയം കിട്ടാത്ത, പരീക്ഷാഭയത്തിന് അടിപ്പെട്ട, ഇൻ്റർവ്യൂകൾ പരാജയപ്പെടുന്ന അവസ്ഥയിലാണോ നിങ്ങൾ? എല്ലാം പഠിച്ചതാണ് വന്നത്, പക്ഷേ പരീക്ഷാ സമയത്ത് ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഒന്നും കിട്ടിയില്ല. എന്തെന്നില്ലാത്ത വിഭ്രാന്തി, അല്ലെങ്കിൽ ഭയം, ഒരു തരം ശൂന്യത. എന്താണെന്ന് ഇനി പ്രാർത്ഥിക്കേണ്ടത്, എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഇങ്ങനെ പറയുന്നവരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാൻ ഉപദേശങ്ങളും വചനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓടി വന്ന് സാക്ഷ്യപ്പെടുത്തിയ അത്ഭുതങ്ങൾ നടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കൊച്ചിനോട് പറഞ്ഞു കൊടുത്തു, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ട് പോയിക്കോന്ന, കരഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ ചൊല്ലിക്കൊണ്ടുപോയി ആരോ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് വീണ്ടും ഒരു റിവിഷൻ വന്നപ്പോൾ ഒരാളെയും കൂടെ എടുക്കാൻ ഉത്തരവ് വന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് കിട്ടാതെ പോയ ജോലി കിട്ടി. ഇതുപോലെ ഇൻ്റർവ്യൂ തോറ്റിട്ട് വന്ന ആ ഒരവസ്ഥയിൽ ഭാര്യയും ഭർത്താവും കൂടി കാണാൻ വന്നു. അവരോട് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അന്നും പറഞ്ഞു കൊടുത്തൊരു വചനം ഇതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നേരത്തെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വിട്ടതല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്തോ അത്ഭുതമായിട്ട് ഇരുത്തി. അന്ന് ഏറ്റവും അവസാനം ഇരുന്നവരുടെ ഇടയിൽ നിന്ന് ഒരാളെ വിളിച്ചു. അങ്ങനെ ഖത്തർ മിനിസ്ട്രിയിൽ അത്ഭുതകരമായിട്ട് ആരോഗ്യവകുപ്പിലേക്ക് ജോലി ലഭിച്ച അനുഭവം. ഇതുപോലെ മാറ്റി നിർത്തിയ, പുറത്താക്കപ്പെട്ട, പലതവണ എഴുതി പരാജയപ്പെട്ട, അല്ലെങ്കിൽ ഇനി എന്തെഴുതിയിട്ട് ആ കാര്യം എഴുതിയൊന്നും കിട്ടിയില്ലല്ലോ എന്ന് കൂട്ടത്തിലുള്ളവരെ നിരുത്സാഹപ്പെടുന്ന അവസ്ഥ. സ്കൂൾ തലമോ കോളേജ് തലമോ ഡിഗ്രി തലമോ പ്രൊഫഷണൽ പഠനങ്ങളോ IELTS OET മെഡിസിനോ ഏതും ആകട്ടെ, നിങ്ങൾ വചനത്തിൽ യേശുവിൽ ആശ്രയിക്കുക, അത്ഭുതം നടക്കും. പ്രാർത്ഥിക്കാനായിട്ടൊരു വചനം നൽകിയാണ് യെശയ്യാ 41:13. നിങ്ങളുടെ ജീവിതം വേറെ ലെവലാകും, മാറി മറിയും, അത്ഭുതം നടക്കും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ശക്തമായിട്ട് യെശയ്യാ 41:13 വചനം ആവർത്തിച്ച് പറഞ്ഞ് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ശക്തമായ പ്രതിധ്വനിയായി ഭക്ഷണമായിട്ട് അത് ഫീഡ് ചെയ്യുക. വിശ്വസിക്കുക, കർത്താവേ ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ, ഈ വചനത്തിലൂടെ എനിക്ക് വിജയം നൽകണമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത്ഭുതം നടന്നിരിക്കും. ഹാലേ